ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെയുള്ളത് അക്ഷയ് പ്രകാശാണ്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് പറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതെൻ്റെ ലൈഫിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത്ര ബ്യൂട്ടിഫുൾ ആണ്, സ്പെഷ്യൽ ആണെന്നൊക്കെ പറയുന്നത്. എന്തായാലും കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം. കഥ തുടങ്ങുന്നത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലാണ്. കോളേജിൻ്റെ പേരോ അല്ലെങ്കിൽ കഥയിലെ ക്യാരക്ടേഴ്സിൻ്റെ പേരൊന്നും ഞാൻ പറയില്ല കേട്ടോ. പറഞ്ഞെടുത്തിട്ടായിരുന്നു നമ്മുടെ നായകൻ്റെ ഇൻട്രോ. നായകൻ തേർഡ് ഇയർ പഠിക്കുന്ന ഒരു ടൈം പുള്ളിയുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ടെക് ഫെസ്റ്റിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കാര്യം പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു ടെക് ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇതാണ് എന്താ പറയുക, ബ്രാഞ്ച് വികാരമൊക്കെ ഇങ്ങനെ കുടിമുടി കയറിയിരിക്കുന്ന ഒരു ടൈം. അതായത് ഓരോ ബ്രാഞ്ചും മറ്റുള്ളവരെക്കാൾ നമ്മളെ പരിപാടി ഇങ്ങനെ കളറാക്കാൻ ആലോചിക്കുന്ന ഒരു ടൈം. അപ്പോൾ അങ്ങനെ ടെക് ഫെസ്റ്റിന് മുന്നോടിയായിട്ട് കുറച്ച് അടിപൊളി ഈവൻറ്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ നമ്മുടെ നായകൻ ഫസ്റ്റ് ഇയർ സമയം ചെയ്യാൻ പ്ലാൻ ഇട്ടിരുന്ന ഒരു വെബ് സീരീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ സ്ക്രിപ്റ്റ് എടുത്തിരുന്ന ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഈവൻറ്റ് ആക്കി മാറ്റി. അപ്പോൾ സംഗതി നായകൻ്റെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടു. അതുപോലെ പരിപാടി അങ്ങനെ ഓണായി. അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് പോസ്റ്റർ കിട്ടും. അടുത്ത ദിവസം തൊട്ട് എക്സ്പെക്റ്റ് ചെയ്യാത്തത്രയും എൻട്രീസാണ് വരാൻ തുടങ്ങിയത്. ഇതെനിക്ക് ഭ്രാന്തായതാണോ അല്ല നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതാണോ എന്നുള്ളൊരവസ്ഥയായി പിന്നീട്. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞുള്ള ഒരു വൈകുന്നേരം നമ്മുടെ നായകനും ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ചുമ്മാ കോളേജിൻ്റെ ക്യാമ്പസിൽ കൂടി ഇങ്ങനെ വെറുതെ നടക്കുന്ന ഒരു ടൈമായിരുന്നു. ദേ വരുന്നു നമ്മുടെ നായിക. സാഹിബ സാഹിബ എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ലടാ. അതുപോലെ അപ്പം നമ്മുടെ നായിക വരുവാണ്. അക്ഷയല്ലേ? അതേലോ അക്ഷയാണ്. ഇവൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ വന്നതാണ്. പിന്നെന്താ. അങ്ങനെ ഈവൻ്റെ പേരിൽ നിന്ന് അവളുടെ ഫ്രണ്ട്സും കൂടി നടന്നുപോയി. പിന്നീട് ക്യാൻറ്റീനിൽ പോയപ്പോൾ ദീ അവിടെയുണ്ട് നമ്മുടെ നായിക. അവിടെ ചുമ്മാ ഒരു സ്മൈലും പാസ് ചെയ്ത് നമ്മൾ നേരെ തിരിച്ച് കടന്നു. പിന്നീട് ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഈവൻറ്റിൻ്റെ ഒരുക്കങ്ങളായിരുന്നു. കൂട്ടത്തിലുണ്ടായ ഒരുത്തനെ പിടിച്ച് ഡെഡ് ബോഡി ആക്കിയിട്ട് അവൻ്റെ കയ്യിൽ ഒരു ടാറ്റവും കുത്തി അതൊരു ഹിൻഡ് എന്നുള്ള രീതിയിൽ അങ്ങനെ വെച്ചു. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പോലെ ഇങ്ങനെ കോളേജിലാകെ പരസ്യമാക്കി വെച്ചു. അപ്പോൾ പിള്ളേരുടെ ഭാഗത്തു നിന്ന് ഭയങ്കര അടിപൊളിയായിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഒരു റിപ്ലൈ വന്നു, ഈ ഡെഡ് ബോഡി ഞാനാണെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയതാണ് നമ്മുടെ നായികയും തമ്മിലുള്ള സൗഹൃദം. പാരലായിട്ട് നമ്മുടെ ക്രൈം ഇൻവെസ്റ്റിഗേഷനും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അടുത്ത കൊലപാതകം നടന്നു, അടുത്ത ഹിൻഡ് വന്നു, അങ്ങനെയൊക്കെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ പരിപാടികൾ അത്യാവശ്യം കളറായി വരുമ്പോഴാണ് ഒരു ദിവസം ഉച്ചയ്ക്ക് സാർ ക്ലാസ്സിലേക്ക് വന്ന് പറയുന്നത്, കുട്ടികൾ ഈ കൊറോണ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. തൽക്കാലം കോളേജ് ഒരു 10 ദിവസത്തേക്ക് അടക്കുകയാണെന്ന് പറഞ്ഞു. തീർന്നില്ലേ, എല്ലാ പ്രതീക്ഷയും വെള്ളത്തിലായി. എന്തൊക്കെ പ്ലാനിങ്സ് ആയിരുന്നു. 10 ദിവസം എന്ന് പറഞ്ഞ് അടച്ച കോളേജാണ് പിന്നീട് തുറന്നതേയില്ല. ഓൺലൈൻ ക്ലാസ്സും ഓൺലൈൻ എക്സാംസൊക്കെ ആയിട്ട് കോളേജ് ലൈഫ് ഏതാണ്ട് തീർന്ന വട്ടമായി. ഈ സമയം നമ്മുടെ നായകനും ഒക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ചെറിയ സന്തോഷങ്ങളും ഒക്കെ ഇങ്ങനെ പങ്കുവെച്ച് തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ ഒരു തവണ ഞാനാണ് നമ്മുടെ നായികയും നേരിട്ട് കാണുന്ന പോലും. അതും ഒരു സപ്ലൈ എക്സാമിൻ്റെ ടൈമിലാണ്. അത് ഒരു ഹോളിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ. അതിനുശേഷം അവർ കണ്ടിട്ട് പോലുമില്ല, നേരിട്ട് കണ്ടിട്ട് പോലുമില്ല എന്നുള്ളതാണ്. പക്ഷേ അവരുടെ സംസാരങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലായിരുന്നു. അങ്ങനെ കോളേജ് ലൈഫൊക്കെ തീർന്ന് നമ്മുടെ നായകനൊരു ജോലിക്കൊക്കെ കയറി. ഒരു ഫെബ്രുവരി മാസം നമ്മുടെ നായികയെ കാണാനില്ല. എപ്പോഴും ഓൺലൈനിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ 2-3 ദിവസമായിട്ടും ആളെ കാണാതായപ്പോൾ നായകനാകെ ടെൻഷനായി. നായകൻ തന്നെ ഫ്രണ്ട്സിനോട് ഇക്കാര്യം സംസാരിച്ചു. അവരുടെ കയ്യിൽ നല്ല തെറിയും നല്ല കളിയാക്കലൊക്കെ കിട്ടിയതല്ലാതെ വേറെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരുത്തർ ചോദിച്ചു, എക്സാം വല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ നായകയുടെ ക്ലാസ് റെപ്പിൻ്റെ നമ്പറുണ്ട് കയ്യിൽ. അപ്പോൾ ഡയറക്റ്റ് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എക്സാം വല്ലതാണെന്ന് ചോദിച്ചു. അപ്പോൾ അവളിതേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചൊരു ആശ്വാസമായിരുന്നു. പക്ഷേ വീക്കെൻഡായിട്ടും നമ്മുടെ നായികയെ കാണുന്നില്ല. സാധാരണ എക്സാമിൻ്റെ അന്ന് പോലെ ഓൺലൈനിൽ ഉണ്ടാകുന്ന ഒരാളാണ്. അപ്പോൾ വീക്കെൻഡായിട്ടും ഒരാളെ കാണാതായപ്പോൾ നമ്മുടെ നായകന് വേണ്ടി ടെൻഷനായി. അപ്പോൾ ഇത്തവണ നായികയുടെ ക്ലാസ് റെപ്പിനെ വിളിച്ചിട്ട് കാര്യം തിരക്കി. ഡയറക്റ്റ് കാര്യം സംസാരിച്ചു. ഇന്ന് ആളെ കാണാനില്ലല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അവളുടെ റിപ്ലൈക്ക് കേട്ട് നിൽക്കാൻ പറ്റിയൊരവസ്ഥയായിരുന്നില്ല. ഏതാണ്ട് 11-11:30 ആയിട്ടുണ്ടാവും ടൈം. വീട്ടിലെല്ലാവരും ഉറങ്ങിയായിരുന്നു. അപ്പോൾ ഒന്ന് ഉറക്കെ പൊട്ടിക്കരയാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആക്സിഡൻ്റ് ആയിരുന്നു. അത്യാവശ്യം ക്രിട്ടിക്കലായിരുന്നു. നല്ല റിക്കവർ ആവുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞറിഞ്ഞു. പക്ഷെ ഒറ്റയ്ക്ക് കൺട്രോൾ ചെയ്യാനും പറ്റുന്നില്ല. ആകെ ഒരു ഡ്രോപ്പായ ഒരവസ്ഥയായിരുന്നു. നായകൻ തന്നെ സുഹൃത്തിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അവൾക്കൊന്നും സംഭവിക്കില്ലടാന്നൊക്കെ പറഞ്ഞ് ഇതിനിങ്ങനെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി നമ്മുടെ നായകനെ. പക്ഷെ ആ വാക്കുകളൊന്നും നമ്മുടെ നായകനെ ആശ്വസിപ്പിക്കാൻ പോകുന്നതേ ആയിരുന്നില്ല. പില്ലോയും കടിച്ചു പിടിച്ച് ഒന്ന് ഉറക്കെ കരയാൻ പോലും പറ്റാണ്ട് നമ്മുടെ ബെഡിലിങ്ങനെ ആ നായകനിങ്ങനെ കിടക്കുകയാണ്. നായകൻ്റെ അനിയത്തി തൊട്ടടുത്ത റൂമിൽ പഠിക്കുന്നുണ്ട്. നായകൻ അവളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. അവൾ നായികയുടെ ഫ്രണ്ടുമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു.
അതുവഴി അവൾ ഓക്കെ ആണെന്നും അതുപോലെ കഥയിൽ ഞെട്ടിക്കുന്നതുമായൊരു സത്യം തിരിച്ചറിഞ്ഞു. അതായത് നായികയ്ക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു. കഥ കേൾക്കുന്ന പ്രേക്ഷകനെ ഇതൊരു ഞെട്ടിക്കുമെങ്കിലും പക്ഷേ നായകൻ അവിടെ നിർത്തിയില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ നായകൻ ഒരിക്കൽ പോലും നായികയുടെ അടുത്ത് അവൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടോയെന്നോ അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമാണെന്നോ സത്യം പറഞ്ഞാൽ അത് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും പറയാൻ മാത്രം അവനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അവനത് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ നായികയെ കാണാനായിട്ട് നായകൻ തീരുമാനിക്കുകയാണ്. നായകൻ കീ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതോ അച്ഛൻ്റെ അവനെ തടഞ്ഞു. ഈ ഒരു മാനസികാവസ്ഥയിൽ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു പോയാലുള്ള പ്രശ്നത്തെ ഓർത്തായിരിക്കണം. പക്ഷേ നായകൻ അവിടെ നിസ്സഹായനാകുകയായിരുന്നു. എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് റൂമിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നായകൻ്റെ അടുത്തേക്ക് അമ്മയുടെ എൻട്രി. സത്യം പറഞ്ഞാൽ അമ്മയുടെ ആ ഒരു ചോദ്യമായിരുന്നു നമ്മുടെ നായകന് തൻ്റെ ഇഷ്ടം മനസ്സിലാക്കാൻ വേണ്ടി കാരണമായത്. അമ്മ ചോദിക്കുകയാണ്, നീ ഇതിനു മാത്രം വിഷമിച്ചിരിക്കാൻ വേണ്ടി നിങ്ങൾ തമ്മിൽ എന്താണുള്ളത്? നിങ്ങൾക്ക് അവളെ ഇഷ്ടമായിരുന്നോ? 2-3 വർഷമായിട്ട് പരസ്പരം സംസാരിക്കുമ്പോഴും സന്തോഷവും ദുഃഖവും എല്ലാം പങ്കുവയ്ക്കുമ്പോഴും ഇതൊന്നും ഇവരൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം ഒരു വാലൻറ്റൈൻസ് ഡേ ആയിരുന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാസ്പോർട്ട് വെരിഫിക്കേഷൻ പോകാനായിട്ട് ഉണ്ടായിരുന്നൊരു ഡേറ്റ് കൂടിയായിരുന്നു അതെന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ തന്നെ നായകൻ പാസ്പോർട്ട് ഓഫീസിലെത്തി. അയ്യോ അത് പറയാൻ വിട്ടുപോയി. ഈ പാസ്പോർട്ട് ഓഫീസിലെത്തുന്നതിന് തലേ ദിവസം നമ്മുടെ നായകൻ അമ്മയ്ക്കൊരു നോട്ടൊക്കെ എഴുതി വെച്ചിരുന്നു. അതായത് അടുത്ത ദിവസം പാസ്പോർട്ട് ഓഫീസിൽ പോവുകയാണ്. ആ ടൈമിൽ അമ്മേനെ ഏൽപ്പിക്കാനായിട്ട് അനിയത്തെ പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തിട്ടാണൊക്കെ പോയത്. അപ്പോൾ പാസ്പോർട്ടിലെ ഫോട്ടോ ഇപ്പോഴും കോമഡിയാണ്. അതായത് കണ്ണൊക്കെ ആകെ പീങ്ങി നിൽക്കുന്ന അവസ്ഥ. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് പാസ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ ഈ കഥയൊക്കെ ഓർമ്മ വരുന്നുള്ള ഉറപ്പാണ്. അങ്ങനെ പാസ്പോർട്ട് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നായകൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഈ സമയം അമ്മയുടെ കോൾ വരുന്നുണ്ട്. അതായത് ഇന്നലെ കൊടുത്ത നോട്ടൊക്കെ വായിച്ചിട്ട് അമ്മ ഇങ്ങനെ ഇമോഷണലായിട്ട് വിളിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓർമ്മ ഭയങ്കര ഡ്രമാറ്റിക്കായിട്ട് പോകുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ നായകൻ ഒരു ഇൻട്രോവേർട്ട് ടൈപ്പായിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരു പയ്യൻ. അപ്പോൾ സത്യം പറഞ്ഞാൽ പിന്നീട് ആലോചിച്ചപ്പോഴാണ് ഇതിനും മാത്രം ധൈര്യം ഇവൻ എങ്ങനെ കിട്ടിയെന്ന് ആലോചിച്ച്. അവൾ ഐസ്യൂലായിരുന്നു. അപ്പോൾ അവളെ കാണാൻ പറ്റില്ല. പക്ഷേ അവരുടെ പാരൻസിനെയൊക്കെ കണ്ടു, അവരോട് സംസാരിച്ചു. അങ്ങനെ നല്ല അവിടെ നിന്ന് ഇറങ്ങി. അവൾ മെല്ലെ മെല്ലെ ഓക്കെ ആവാൻ തുടങ്ങി. അപ്പോൾ നായകനും മെല്ലെ മെല്ലെ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2-3 മാസത്തിന് ശേഷം അവൾ മെല്ലെ മെല്ലെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ വന്നതിനല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് വന്നു. കഥയിൽ ഒരു ഹാപ്പി ടൈലൻഡിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയായിരിക്കുമല്ലേ. സത്യം പറഞ്ഞാൽ കഥയുടെ പെർസ്പെക്റ്റീവിൽ ഒട്ടും ഹാപ്പി അല്ലാത്ത, എന്നാൽ നായകൻ്റെ പെർസ്പെക്റ്റീവിൽ ഒരുപാട് സന്തോഷം നൽകിയൊരു കുറച്ച് മെസ്സേജസ് ആയിരുന്നു അത്. അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി സംസാരിച്ചതും അവളുടെ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടതും ഒക്കെ ആയിരുന്നു മെസ്സേജ് ചെയ്തതാണ്. അപ്പോൾ അത് നമ്മൾ ഒരുപാട് സംസാരിച്ചു. അവൾ എത്രമാത്രം മീൻ ചെയ്യുന്നുണ്ടെന്ന്. ഇതൊക്കെ എന്തോ ഒരു ഭയങ്കരമായ ഒരു ഹാപ്പിനെസ്, ഒരു പോസിറ്റിവിറ്റി ഒക്കെ ആയിരുന്നു. അവളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും അവൻ എത്രമാത്രം ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ മൊയ്തീനിൽ ടോയിനോടെ അവസ്ഥയായിരുന്നു എൻ്റെ എന്ന് പറഞ്ഞത്. ഉള്ളിൽ നിന്ന് എത്ര സങ്കടം ഉണ്ടെങ്കിലും ആ വാക്കുകളിൽ നിന്നൊരു പോസിറ്റിവിറ്റി ഉണ്ട്, ഒരു ഭയങ്കരമായ ഒരു ഹാപ്പിനെസ് ഉണ്ട്. ദൈവമേ എന്നെ ഇതേപോലെ അങ്ങ് എടുത്തേക്കണമെന്നുള്ളൊരു തോട്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, എൻ്റെ ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റിൽ ഒന്നായിരുന്നു അത്. അങ്ങനെ എൻ്റെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാപ്റ്റർ, എന്നെ ഞാനാക്കിയ, എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന, എൻ്റെ ഡ്രോപ്പായി പോയി എന്നുള്ള സിറ്റുവേഷനിൽ ഒരു കൈ തന്ന, എൻ്റെ കൂടെ തന്ന എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്, ഞാൻ പേര് പറയില്ല, അത് നോക്കണ്ട. അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയുക എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചാപ്റ്റർ, അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലവ് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് ഇന്നത്തെ പോഡ്കാസ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറയാനായിട്ടുള്ളത്. അപ്പോൾ സ്റ്റോറീസ് വിത്ത് അക്ഷയയിൽ ഞാൻ വീണ്ടും വരുമായിരിക്കും. ഇത് തന്നെ അപ്ലോഡ് ചെയ്ത ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്, 1 വർഷമായി തോന്നുന്നു നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ഹിയറിംഗ് മീ. ആൻഡ് ദിസ് ഈസ് അക്ഷയ് പ്രകാശ് ആൻഡ് യു ആർ ലിസണിംഗ് സ്റ്റോറീസ് വിത്ത് അക്ഷയ്. Bye-bye.